ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി 65 ആണ്, അതായത് കോളിഫ്ലവർ 65. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ കോളിഫ്ലവർ വേണ്ടത് അതിനനുസരിച്ചുള്ള കോളിഫ്ലവർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ഫ്ലവർ മാത്രമായിട്ട് കട്ട് ചെയ്യരുത്. ഇത് കട്ട് ചെയ്യുമ്പം കുറച്ച് ഇതിൻ്റെ തണ്ടും കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളിതൊക്കെ റിമൂവ് ചെയ്ത് കളയണം. ഈ അടിയിലുള്ള ഈ ഭാഗമൊക്കെ ഇതുപോലെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് കോളിഫ്ലവർ അതിൻ്റെ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിനി നമുക്ക് വേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തണ്ട് കണ്ടോ, ഇതോടുകൂടി ഇത് ഒടിച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ഇതിപ്പോൾ വലിയൊരു ഫ്ലവറാണ്, ഇത്രയും വലിയ ഫ്ലവറിൻ്റെ ആവശ്യമില്ല. ഇതിനെ നമുക്കിനി രണ്ടാക്കിയെടുക്കാം. ഇതുപോലെ എടുക്കണം. ഇനി ഈ തണ്ട് കണ്ടോ, ഈ തണ്ടിനെ ഇതുപോലെ ഒന്ന് കീറി വിടണം. ഇത് ഉപ്പും മുളകും ഒക്കെ അകത്ത് പിടിക്കാനാണ് നമ്മളിങ്ങനെ കീറി വിടുന്നത്. ഇതുപോലെ വേണം ഇളക്കി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതും വേണമെങ്കിൽ നമ്മൾക്ക് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ഈ ഒരു സൈസിൽ ഞാൻ എടുക്കുകയാണ്. ഈ ഇരിക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവർ എല്ലാം ഞാനിവിടെ ഇളക്കിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലവറിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്, പക്ഷേ ഈ തണ്ടിൽ നിന്ന് വിട്ടുപോകരുത്. ഞാനിവിടെ കുറച്ച് വലിയൊരു പീസാക്കിയാണ് ഇളക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് നേരം വെച്ചിരിക്കാം. ഇതാദ്യം വാഷ് ചെയ്തെടുക്കാം. കോളിഫ്ലവർ എല്ലാം ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ലതുപോലെ വാഷ് ചെയ്ത് ഉപയോഗിക്കേണ്ട സാധനമാണ് കോളിഫ്ലവർ. കാരണം ഇതിനുള്ളിൽ ഈ ഓരോ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ പുഴുവോ മറ്റു വല്ല കീടമോ ഒക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നല്ലതുപോലെ ഇത് വാഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ നല്ലതുപോലെ ഇത് വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു ബൗളിലേക്ക് കുറച്ചധികം വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് വേണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അത് ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കാം. എന്തെങ്കിലും കീടമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും പോകാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് 10 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചിരിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കും. ഇതിവിടെ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാൻ 1-2 പ്രാവശ്യം വാഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് മിക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. മറ്റൊരു വലിയ ബൗൾ എടുക്കണം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദ മാവും 2 ടേബിൾ സ്പൂൺ അരിമാവും, ഞാൻ വറുത്ത അരിമാവാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ റവയും. ഈ റവ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ അപ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിരിക്കും ഈ കോളിഫ്ലവർ 65ക്ക്. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ വെള്ള എള്ളും 1/4 ടീസ്പൂണിൽ നിന്നും കുറവ് മതി ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതായത് ക്യുമിൻ സീഡ് പൗഡർ. അത് വളരെ കുറച്ച് മതി. ഇതും കൂടി ചേർത്ത് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 നാരങ്ങയുടെ നീരാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇതൊരു പേസ്റ്റ് പോലെ കുഴച്ചെടുക്കണം.
ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഇത് മുക്കിയാൽ ഈ മാവ് കോട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഇതിൻ്റെ സ്ട്രക്ചർ ഇരിക്കേണ്ടത്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഈ മാവ് ഇരിക്കേണ്ടത്. അരിമാവൊക്കെ ചേർത്തതുകൊണ്ട് ഇത് കുറച്ചുകൂടി മുറുകും. ഇനി ഓരോ ഫ്ലവർ ഇതിലേക്ക് ഇട്ടിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. കോട്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. കണ്ടോ, ഫ്ലവേഴ്സ് വിട്ടുപോകാതെ ശ്രദ്ധിക്കണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോഴേക്ക്. ഇത് നല്ല റെഡ് കളറിൽ വേണം എന്നുള്ളവർ നമ്മൾ ഈ മാവ് മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കില്ലേ, ആ സമയം ഒരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്താൽ മതി. ഞാനിവിടെ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമാണ് ഇത് നല്ല റെഡ് കളറിൽ ഇരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഫുഡ് കളർ യൂസ് ചെയ്യുന്നെങ്കിൽ പെർമിറ്റഡ് ഫുഡ് കളർ തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഹെൽത്തിന് കേടാണ്. കണ്ടോ, കോളിഫ്ലവർ എല്ലാം ഞാനിവിടെ കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ 5-10 മിനിറ്റ് വച്ചിരിക്കാം. ഞാനിവിടെ വെച്ചിരിക്കുന്നൊന്നുമില്ല, ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. സലു കിച്ചൻ പുതിയൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നേരിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ വീഡിയോയിലോ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ഫ്ലവേഴ്സ് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. കോളിഫ്ലവർ വാഷ് ചെയ്യുന്ന പാട് മാത്രമേ ഉള്ളൂ. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്നതും നമുക്കിതുപോലെ എണ്ണയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് പച്ചമുളകും, ഏകദേശം ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഫുള്ള് ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല, ഇടയ്ക്കൊന്ന് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. കറിവേപ്പിലയുടെ കളർ മാറാനായിട്ട് നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് കറിവേപ്പിലയും പച്ചമുളകും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ 65 ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതൊരെണ്ണം ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ള പുളിയൊക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.